അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത്താഴത്തിലേക്ക് പരിപ്പിൽ നന്നായിട്ട് പരിപ്പ് കഴുകി 5-6 പച്ചമുളകും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി, പാകത്തിന് ഉപ്പിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നാട്ടിൽ ഞാൻ ഗൾഫിലാണ് കേട്ടോ, സൗദിയിലാണ്, റിയാദിലാണ്. നാട്ടിൽ നല്ല ചൂടാണല്ലേ. ഇവിടെ ഇന്ന് 10 നോമ്പ് തുറന്നു, 11ാമത്തെ നോമ്പാണ്. നാട്ടിൽ ചൂട് നോമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നില്ലേ. എന്നാലും എത്ര ചൂടായാലും പഠിച്ച തമ്പുരം ചെറിയ കുട്ടിയെക്കാളും വലിയ ആൾക്കാരും എല്ലാം നോമ്പ് പിടിക്കാനുള്ള കഴിവ് തരുന്നുണ്ട്. നമുക്ക് നോമ്പല്ലാത്ത സമയത്ത് മിനിറ്റിന് ആ ചൂട്ടിന് വെള്ളം വേണം. പിന്നെ ഇപ്പോൾ എത്ര കഠിന ചൂടായാലും എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ട്. എല്ലാവരും ചെറുതായാലും വലുതായാലും എല്ലാവരും അല്ലേ. അതാണ് പഠിച്ചവൻ്റെ ഒരു കഴിവ്. എന്തായാലും ഞാൻ പരിപ്പൊക്കെ വേവിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതും ചെറുതായി മുറിച്ചിട്ടതും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് എണ്ണയിൽ. പ്രവാസികൾ ഇവിടെ അധികം ഇതാണ്. 5 മിനിറ്റ് കൊണ്ടാവുമല്ലോ പെട്ടെന്ന് പരിപ്പ് കറി. ഞാൻ പെണ്ണുങ്ങളെ കാര്യമല്ല പറഞ്ഞ, ആണുങ്ങന്മാരെ ആ ഭാവങ്ങൾ വേറെ റൂമിൽ വന്നാൽ എളുപ്പത്തിൽ ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. നാട്ടിലെ പോലെ തേങ്ങ അരക്കാനും പിടിക്കാനൊന്നുമില്ല. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലപോലെ വറുത്തെടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമാണോ? എന്താ വിശേഷം? ആരുമില്ല എൻ്റെ ചാനലിൽ, പുതിയ ചാനലാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു ചാനൽ പൊട്ടി നിരാശയിലായിട്ട് രണ്ടാമത് പുതിയൊന്ന് തുടങ്ങിയതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമുക്കിനി കറി വേപ്പിച്ച പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട. ഇവിടുത്തെ പരിപ്പാണെങ്കിൽ പെട്ടെന്ന് വേവും. അങ്ങനത്തെ ഒരു പരിപ്പാണ്. അതിന് കുറച്ച് കൂന്തലും പൊരിച്ചെടുത്ത്. ഇത്ര തന്നെ ഉള്ളൂ, കൂന്തലും പരിപ്പ് കറി. ഇനി 2 പപ്പടവും വാട്ടിയിട്ട് ഞാൻ ചോറ് തിന്നാൻ പോവാണ്. ഇക്ക 2 മണിക്കാണ് വരാൻ. ഞാൻ 4 മണിക്കൊന്നും കഴിക്കൂല. ഇപ്പോൾ ഇവിടെ സമയം 12:30 മണിയായി. ഇപ്പം തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പോൾ വന്നാൽ അവർക്ക് ഇട്ട് കൊടുക്കും. സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുമൊന്നുമില്ല. പക്ഷേ എനിക്ക് 4 മണിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. എന്തെങ്കിലും കട്ടൻ ചായ കുടിക്കും, അല്ലാതെ ആ സമയത്തൊന്നും കഴിക്കൂല. അങ്ങനെ നല്ല ചൂടോടുള്ള ചോറും പരിപ്പ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും കൂടിയിട്ട് എൻ്റെ ഒരു ചാനൽ ഒരു കൊല്ലെത്തി. അതിന് ശേഷം എൻ്റെ വാച്ച് അവറൊക്കെ നേരെ താഴേക്ക് പോയി. എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ എനിക്കാകെ മൂഡ് ഓഫായി. വേറെ ഒന്നും കൂടി തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് തുടങ്ങിയതാണ് പുതിയ ചാനൽ. അതുകൊണ്ട് എൻ്റെ മുത്തുമണികളെ, നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം? ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. കുറച്ച് ഉള്ളിയും കക്കരിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. ഞാനൊരു കയ്യിൽ പിടിച്ചിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായ കുറ്റവും കുറവൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം.